ബിരിയാണി ഉണ്ടാക്കാൻ നല്ല ബുദ്ധിമുട്ടുള്ളവരേക്കും ഒരുവിധം എല്ലാവരും. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ സാധാ ചോറിനെക്കാട്ടി ഈസി ബിരിയാണി ഉണ്ടാക്കാനാണ്. ഞാൻ ഈ അടുത്തായിട്ടോ ഇത്ര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പഠിച്ചത്. അപ്പോൾ ഇനി ആരും അറിയില്ല എന്ന് പറയണ്ട, ഞാൻ പറഞ്ഞുതരാം. നൈസായിട്ടായിരുന്നു ഉള്ളി സൺഫ്ലവർ ഓയിൽ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് അതേ ഓയിലിലേക്ക് കുറച്ചുകൂടി ഉള്ളിയിട്ട് നന്നായിട്ട് വാട്ടുക. ഒന്ന് വാടി ബ്രൗൺ ആവുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളക് ചതച്ചതും കൂടി ഒന്നിട്ടുകൊണ്ട് നന്നായിട്ട് വഴറ്റുക. പിന്നെ 2-3 തക്കാളിയും കൂടി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ മല്ലിച്ചപ്പ് പുതിന കട്ട് ചെയ്തത്. എൻ്റെ റെസിപ്പിയിൽ ഞാൻ ആകെ 3 മസാലകൾ ചേർത്തോളൂ. മീറ്റ് മസാല, വലിയ ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല. ഇതും കൂടിയിട്ട് കുറച്ച് തൈരും കൂടി ഒഴിച്ചെടുത്താൽ നമ്മുടെ മസാല സെറ്റായി. അതിലേക്ക് ബീഫ് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് സെപ്പറേറ്റ് വേവിച്ചും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് അവിടെ വെറ്റണ നേരം കൊണ്ട് റൈസ് ഒന്ന് ഊറ്റിയെടുക്കുക. റൈസിൽ ഉപ്പ്, സ്പൈസസ്, കുറച്ച് ക്യാരറ്റ്, ഒരു 90% വേവുമ്പോൾ റൈസ് ഊറ്റിയെടുക്കുക. എന്നിട്ട് ലെയറായിട്ട് ദമ്മായി. പിന്നെ നമ്മൾ നേരത്തെ പൊരിച്ച ഉള്ളിയും കുറച്ച് മല്ലിച്ചപ്പും പുതിനയും കൂടി അതിൻ്റെ ഇടയിൽ വിതറി കൊടുക്കുക. മസാല വെന്ത് വരുമ്പോൾ മേലത്തെ എണ്ണ ഊറ്റിയെടുത്താട്ടോ ഈ ഒഴിച്ചു കൊടുക്കണേ. ആഹാ, കളറായിട്ടില്ലേ? ഇത്രയൊക്കെയുള്ള പരിപാടി. ഇനി എന്താ, അടച്ചു വെക്കുക. കുറച്ച് കനൽ വാരിയിട്ട് മേലിടുക. വെയിറ്റിന് എന്തെങ്കിലും ഒന്ന് വെച്ചും കൊടുക്കും. ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ ആഹാ, നമ്മുടെ സാധനം റെഡിയായി. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ബീഫാട്ടോ ഈ മലപ്പുറം സൈഡിൽ കിട്ടുക. അപ്പം നമ്മുടെ ഈ ബിരിയാണിയും നല്ല തൈര് സാലഡും നല്ല പുളിയുള്ള നാരങ്ങാച്ചാറും കൂടിയിട്ട് ഒരു പിടി പിടിച്ച എൻ്റെ മക്കളെ. അപ്പം ഇനി സംസാരിച്ച് നിൽക്കാൻ സമയമില്ല, ഞാൻ കഴിക്കട്ടെ. ബൈ.